വിവരങ്ങളുമായി ഉണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. ബൈജു എന്താണ് അവർ പറയുന്നത്? ബൈജു. മഞ്ജുഷേ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് എന്നോടൊപ്പം ചേരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാം. 4 മണിക്കൂറിനകം ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതേക്കുറിച്ച് നമ്മോട് പറയും. എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ തന്നെ വളരെ വലിയൊരു ജാഗ്രതയോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ ACP പ്രദീപൻ, അതുപോലെ ടൗൺ SHO ശ്രീജിത്ത്, നമ്മുടെ ബാക്കിയുള്ള സ്ക്വാഡിലെയും ഡാൻസാഫിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ വളരെ അലേർട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രതിയുടെ പിന്നാലെ, ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് കൂടി മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഏതെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അടുത്തത് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ഈ ഒരു ഭാഗം കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലേക്കുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. ബാക്കി പ്രതിയെ സാക്ഷിയുടെ മൊഴി അത് ഏത് രീതിയിൽ സഹായിച്ചു? ബാക്കി ഈ വിഷയത്തിൽ പബ്ലിക് വലിയ രീതിയിലേക്കുള്ള ഒരു അലേർട്ട് ഈ വിഷയത്തിലുണ്ടായിരുന്നു. അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പോലീസിന് അലേർട്ട്നെസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു വലിയൊരു ഏരിയയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞു. ഇത് ഏതെങ്കിലും ആയുധമോ അങ്ങനെ എന്തെങ്കിലും ഇയാൾ കയ്യിൽ നിന്ന് പിടികൂടുന്നു? ഇയാളുടെ വസ്ത്രം എങ്ങനെയാണ് ഇയാൾ മാറി? അങ്ങനെ അതൊക്കെ കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിരുന്നു? ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾ പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെറിയ ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അതൊക്കെ പോലീസ് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് കോടതിയിൽ ഇയാളുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. അത് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കട്ടെ. ആ വിഷയം കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ച ശേഷം മാത്രമേ ആ വിഷയങ്ങൾ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. സിറ്റി പോലീസ് കമ്മീഷണറാണ് വിശദമായ കാര്യങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞത്. പിടികൂടുമ്പോൾ ചെറിയ ആയുധങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന വിവരവും സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയാണ്. കേസിന്റെ സ്വഭാവം, ഇത് മുൻകൂട്ടി ഈ പ്രതിയുടെ സ്വഭാവവും ആ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ ജാഗ്രതാ നിർദ്ദേശങ്ങളും അത് വലിയ രീതിയിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തേക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായിട്ട് നമുക്ക് കൈമാറാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ നമ്മളുടെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങളിലേക്കുള്ള ഓരോ വീടുകളിലേക്കും ഓരോ ആൾക്കാരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പരമാവധി നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന സോഴ്സുകളിലൂടെയൊക്കെ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ. നിലവിൽ ഈ പ്രാഥമിക ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയായാലും എന്താണ് ഇയാൾ നൽകുന്നത്? ഇയാൾ ആസൂത്രിതമായാണെന്ന് പോലീസിന് തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്താണ് ഇയാൾ ഈ ഇടപെടൽ എങ്ങനെയായിരുന്നു ഇയാളുടെ? ഈ ജയില് ചാടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഇന്റൻഷൻ. അതിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള താല്പര്യങ്ങൾ, മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലായിട്ട് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് പറയാൻ വേണ്ടി. ഒരു പ്രിപ്പറേഷൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ജയിലിനകത്ത് നിന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാ തരത്തിലും ഉണ്ട്. അത് പോലീസിന്റെ ശ്രദ്ധപ്പെട്ടു. ആ വിഷയം പോലീസിന്റെ അന്വേഷണ അവസ്ഥയിലുള്ള ഒരു കാര്യമാണ്. സാർ, ഈ ഫെൻസിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊക്കെ അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ നേരത്തെ ഇയാൾ മനസ്സിലാക്കിയിരുന്നു. അതൊന്ന് പരിശോധിക്കട്ടെ. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ അന്വേഷണ പരിധിയിൽ ഓൾറെഡി ഉള്ളത്. ഇയാളുടെ ഈ രൂപം വളരെ പ്രധാനപ്പെട്ട, താടി വളർത്തിയ ഒരു ജയിൽ പുള്ളി. സാധാരണ ജയിലിനകത്ത് പോലീസിനും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രതി നടത്തിയ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതലായിട്ട്. ഇതാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിന്റെ വാക്കുകൾ. അന്വേഷണം തുടരുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീട് ജയിലിലേക്ക് മാറ്റും. ഇതാണ് അടുത്ത നടപടിക്രമങ്ങൾ. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും കാണുന്നു. മെലിഞ്ഞുണങ്ങിയ രൂപമാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടേത്. നേരത്തെ പോലെ തടിച്ചു കൊഴുത്ത രൂപമല്ല. KV ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഇപ്പോൾ ഗോവിന്ദചാമി നേരത്തെ
കോടതിയിൽ ഹാജരാക്കുമ്പോഴുമൊക്കെയുള്ള രൂപമല്ല, മെലിഞ്ഞുണങ്ങിയ രൂപം, താടി വെച്ചിരിക്കുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം? ഒരു ജയിൽ പുള്ളിയുടെ രൂപമല്ല മഞ്ജുഷ നമ്മൾ അയാളിൽ കണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴാണ് അയാളെ കൊണ്ടുപോയത്. അയാൾ വലിയ തോതിൽ താടി വെച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇയാളുടെ. മാത്രമല്ല ഇയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ജയിൽ വസ്ത്രത്തിൽ നിന്നും ഇയാൾ ഇത്തരത്തിൽ പാൻസും ഷർട്ടും ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയാവുന്നുണ്ട്. മാത്രമല്ല ഈ ഫെൻസിങ്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയം ബന്ധപ്പെട്ട ചോദ്യം, അതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ വരുമെന്നാണ് സിറ്റി പോലീസ് കൗൺസിൽ ഇപ്പോൾ വ്യക്തമാക്കിയത്. അതായത് ഇയാൾ കയ്യിൽ ഒരു ആയുധം, ടൂൾസ് ഉണ്ടായിരുന്നു കൃത്യമായി. ഈ ആയുധം എങ്ങനെയാണ് ഇയാൾക്ക് ജയിലിനകത്ത് ലഭിച്ചു? എന്തായാലും വലിയ തോതിലുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ജയിലിലുള്ള ഉദ്യോഗസ്ഥരിൽ തന്നെ ഇയാളെ സഹായിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട പ്രിപ്പറേഷൻ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കിയത്. ഇപ്പോൾ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇയാളെ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇയാളെ കോടതിയിൽ ഹാജരാക്കൂ. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു സഹായം അത് ജയിലിനകത്ത് നിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രൂപം നമ്മളിപ്പോൾ അല്പസമയം കണ്ടതാണ്. എങ്ങനെയാണ് ഈ ജയിലിൽ ഇത്ര വലിയ തോതിൽ താടിയൊക്കെ വെച്ച ഒരു മനുഷ്യരെയാണ് കണ്ടത്. അതായത് പെട്ടെന്ന് കണ്ടാൽ ആളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾക്ക് ജയിൽ വകുപ്പ് തന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോവുമായി ഇയാളിൽ യാതൊരു സാമ്യവും ഇല്ല എന്നത് എടുത്തു പറയേണ്ടി വരും. നമ്മളൊക്കെ കാണിച്ചതാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നയാളെ കണ്ടാൽ ഇന്ന നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഫോട്ടോയും ഇയാളും തമ്മിൽ ഒരു സാദൃശ്യമല്ല. ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. ഇതിൽ ആ ദൃക്സാക്ഷി അയാൾക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അയാൾ ഇടാ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുകയും ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. പിന്നീടാണ് ഇയാൾക്ക് ആ ഒരു പരിസരത്ത് നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നതും ആ വീടും പരിസരവും വളഞ്ഞതും ഇയാളെ പിടികൂടുന്നതും. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ അല്പസമയത്തിനാണ് ഇവിടെ നിന്നും പോയത്. ന്യൂസ് 18നോട് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വിശദമായ അന്വേഷണം ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമേ നടന്നിട്ടുള്ളൂ. മഞ്ജുഷ്, ഇതാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടേതായിട്ട് നേരത്തെ പോലീസ് പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെക്കുറിച്ചുള്ള വിവരം നൽകണമെന്ന്. പക്ഷേ ആ ഫോട്ടോയുമായി യാതൊരു സാമ്യവും ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഗോവിന്ദച്ചാമിക്ക് ഇല്ല. അതായത് ആ യഥാർത്ഥ രൂപം പോലും എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നുള്ള കാര്യം പോലും ഇപ്പോൾ വരികയാണ്. കാരണം ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. പക്ഷേ ആ ദൃക്സാക്ഷി കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു സംശയമുണ്ടായി ഇയാളെ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചതും അത് കേട്ട ഉടനെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അങ്ങനെ വലയിലാകുന്നതും അവിടെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കയറി ഒളിച്ചതും അവിടുത്തെ കിണറ്റിലേക്ക് ചാടിയതും അവിടെ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് പിടികൂടിയതും. ഒട്ടേറെ കാര്യങ്ങൾ ജയിൽ വകുപ്പിനെതിരെ വീണ്ടും ഉയർന്നു വരികയാണ്. ജയിൽ വസ്ത്രത്തിലല്ലാതെ എങ്ങനെ കഴിയാൻ കഴിഞ്ഞു, എങ്ങനെ ജയിൽ ചാടുവാനുള്ള അവസരമുണ്ടായി, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ വരികയാണ്. ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനുമായി സംസാരിച്ചിരുന്നു. ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണത്തിലേക്ക്. ഒരു കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വിവരം കിട്ടുമ്പോൾ, ഒരു ദിവസം 7 മണിക്ക് വിവരം കിട്ടുമ്പോൾ പെട്ടെന്ന് പോലീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട്